ഞാനിത് നടുന്ന സമയത്ത് എവിടുന്നോ കയറി വന്നതാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുമായിട്ട് നന്നായിട്ട് ഇണങ്ങി. എവിടെയോ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. നമ്മുടെ വീട്ടുമുറ്റങ്ങൾക്ക് എന്നും ഒരു പ്രത്യേക ഭംഗി നൽകുന്ന പണ്ടുകാലം തൊട്ടേ നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണല്ലേ തെച്ചി. പല നിറങ്ങളിലും പല വലിപ്പത്തിലും ഇന്ന് തെച്ചി ലഭ്യമാണ്. എന്നാൽ പലരും പറയുന്ന ഒരു പരാതിയാണ് തെച്ചിയുടെ കൊമ്പ് മുറിച്ച് നട്ടാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകുന്നു എന്നതൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ 100% വിജയകരമായിട്ട് തെച്ചിയുടെ കൊമ്പുകൾ എങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം എന്നതാണ്. ഒപ്പം ഇത് നടാൻ അനുയോജ്യമായ മണ്ണ് എങ്ങനെ തയ്യാറാക്കാം, എപ്പോഴാണ് ഇത് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. തെച്ചി നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന കമ്പുകൾ എത്തരത്തിലുള്ളതാണെന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാകമായ കൊമ്പുകൾ നോക്കിയെടുക്കാൻ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, നല്ല മൂത്ത കമ്പുകൾ നോക്കിയിട്ട് കട്ട് ചെയ്ത് അത് മണ്ണിലേക്ക് കുത്തി കൊടുക്കും. അതാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. പക്ഷേ തെച്ചി നടുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ഇളം കമ്പുകൾ നോക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കുക. നേരിയ പച്ചയും അതുപോലെ തവിട്ടും കലർന്ന നിറമുള്ള കമ്പുകൾ കിട്ടുകയാണെങ്കിൽ അത്തരം കമ്പുകൾ നോക്കിയിട്ട് വേണം നമ്മൾ വേര് പിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ എത്ര ചെറിയ കമ്പാണോ നമ്മൾ എടുക്കുന്നത് അതായിരിക്കും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നത്. സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, വലിയ കമ്പുകളൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്ത് അതങ്ങനെ മണ്ണിലേക്ക് കുത്തിക്കൊടുത്ത് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നു ചിന്തിക്കും. പക്ഷേ നമ്മൾ എത്രത്തോളം ചെറിയ കമ്പുകൾ എടുക്കുന്നോ അതാണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുക. സാധാരണ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ ഗ്രോ ബാഗിലേക്ക് കുത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു മുറിച്ചെടുത്ത കൊമ്പിൻ്റെ താഴത്തെ ഭാഗത്തുള്ള ഇലകളെല്ലാം കളയുക. പിന്നെ 1-2 ഇലകൾ മാത്രം മുകളിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ഇലകളെല്ലാം നമുക്ക് ഈ ഒരു കമ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ഇത് ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ കുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. ഇത്തരത്തിൽ നമ്മൾ ഇളം പാകമായ കൊമ്പുകൾ നോക്കിയെടുത്ത് മണ്ണിലേക്ക് നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും. ഞാൻ ഈ ഒരു ചെടി അതുപോലെ തന്നെ നട്ടതാണ്. അതായത് നമ്മൾ പൂക്കൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്ത് ഗ്രോ ബാഗിലേക്ക് കുത്തി കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. റൂട്ടിംഗ് ഹോർമോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കറ്റാർവാഴയുടെ ജെല്ലിലോ അല്ലെങ്കിൽ തേനോ മഞ്ഞൾപ്പൊടിയോ ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ മുക്കിക്കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തെച്ചിയുടെ കമ്പ് വേര് പിടിപ്പിക്കാനായിട്ട് വെക്കാം. അതാവുമ്പോൾ ഫംഗസ് വരാതിരിക്കാനും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനൊക്കെ സഹായിക്കും. ശരിക്കും റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒന്നും ആവശ്യം ഈ ഒരു തെച്ചിയുടെ വേര് പിടിപ്പിക്കാനായിട്ട് വരുന്നില്ല. സാധാരണ നമ്മൾ ഒരു കമ്പ് കട്ട് ചെയ്തെടുത്ത് അത് നേരിട്ട് മണ്ണിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ അത് നന്നായിട്ട് വേരൊക്കെ വന്ന് സെറ്റായിക്കോളും. അതേപോലെ നമ്മളിത് നടുമ്പോൾ ഏതെങ്കിലും ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലോ അതുപോലെ ഗ്രോ ബാഗിലോ ഏതിലെങ്കിലും ഒരു പൊട്ടി മിശ്രിതം നിറച്ചിട്ട് നമ്മൾ ഈ ഒരു കമ്പ് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയ ശേഷം ഈ ഒരു കമ്പ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ചുറ്റും മണ്ണിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. സാധാരണ എല്ലാവരും ഈ കമ്പുകൾ നേരിട്ട് മണ്ണിലേക്ക് ആഴ്ത്തി ഇറക്കാറുണ്ട്. അങ്ങനെ ചെയ്യാതെ നമ്മൾ ആദ്യം ഒരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇതിൻ്റെ കമ്പുകൾ വെച്ച് കൊടുത്ത് ശേഷം മണ്ണിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. നട്ടതിന് ശേഷം നേരിയ രീതിയിൽ നമ്മൾ നനച്ച് കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നല്ല മഴയാണ്. പിന്നീട് ഇത് നേരിട്ട് നല്ല വെയിലടിക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്തേക്ക് വേണം മാറ്റി വെക്കാനായിട്ട്. മണ്ണിൽ എപ്പോഴും നേരിയ ഈർപ്പം ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് വെള്ളം ഒരുപാട് കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് കേട്ടോ. കൊമ്പ് നട്ടതിന് ശേഷം നമ്മൾ നിലവിലുള്ള ചട്ടിയിൽ നിന്ന് പുതിയ ചട്ടിയിലേക്ക് മാറ്റാനായിട്ട് ഒരു സമയമുണ്ട്. കൊമ്പ് നട്ട് ഏകദേശം ഒരു 45 ദിവസത്തിനകം മാത്രമേ ഇതിൽ വേരുകൾ വന്ന് തുടങ്ങുള്ളൂ. നല്ലതുപോലെ വേരുകൾ വളരാൻ തുടങ്ങുന്ന ആ ഒരു സമയമാണ് നമ്മൾ ഈ ഒരു തെച്ചിയെ അതായത് പുതിയ പോട്ടിലേക്ക് മാറ്റി നടേണ്ടത്. പുതിയ ഇലകൾ വരുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇതിനെ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനായിട്ട് ശ്രമിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇലകൾ വന്ന് വീണ്ടും കുറേ ദിവസം വെച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ വേരുകൾ വളർന്ന് കിട്ടാൻ കുറച്ച് താമസമുണ്ട് ചെക്കിയുടെ. അപ്പോൾ പുതിയ ഇലകൾ വന്ന് 2-3 ആഴ്ച കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടി അല്പം കൂടി ഒരു കരുത്ത് ആർജിച്ച ശേഷം മാത്രം നമ്മൾ പുതിയ
ചട്ടികളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഈ തെച്ചി മാറ്റി നടുന്ന സമയത്ത് മാറ്റി നടുന്നുണ്ടെന്ന കാര്യം ഈ ചെടി ഒരിക്കലും അറിയാൻ പാടില്ല. അത്തരത്തിൽ വേണം നമ്മൾ ഈ ഒരു ചെടിയെ റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെടിക്ക് ഒരു ഡാമേജും വരില്ല. നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം നമ്മളിത് റീപോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും അതിൻ്റെ വേരുകൾക്ക് ഒരു ഡാമേജും വരാതെ നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടണം. ഈ ഗ്രോ ബാഗിലോ ഒക്കെ ആണെങ്കിൽ ഒരു ബ്ലേഡ് എടുത്ത് നമ്മൾ ആ ഒരു കവർ കീറിയതിന് ശേഷം അതേപടി നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് പുതിയ പോട്ടി മിക്സിലേക്ക് നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്താൽ ഒരിക്കലും നമ്മുടെ ചെടി നശിച്ചു പോകത്തില്ല. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഏതൊരു ചെടി ആയിക്കോട്ടെ നമ്മൾ അത് റീപോർട്ട് ചെയ്യുന്ന സമയം ഏതാണ്ട് ഒരു വൈകുന്നേരം സമയങ്ങളിൽ റീപോർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ചെടികൾക്ക് നല്ലത്. അതുപോലെ തന്നെ നമ്മളിത് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ കൊക്കോപീറ്റ്, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ പെർലൈറ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലൊരു പോട്ടി മിശ്രിതം തയ്യാറാക്കിയെടുക്കുക. ഈ ഒരു പോട്ടി മിക്സിൽ നട്ടാൽ നമ്മുടെ ചെക്കി നല്ല രീതിയിൽ വളർന്നു കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു പോട്ടി മിക്സിനൊപ്പം തന്നെ സൂപ്പർ മീൽ കൂടെ ചേർത്ത് കൊടുക്കുക. സൂപ്പർ മീൽ ചേർക്കുമ്പോൾ നല്ല ഗ്രോത്താണ് ചെടിക്ക് വരുന്നത്. ഞാൻ എൻ്റെ എല്ലാ ചെടികളിലും ഈ ഒരു പോട്ടി മിക്സാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാറ്. റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ചെടിയെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നീട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ ചെത്തിയിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു തെച്ചിയുടെ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോയിരുന്നു. അതിൻ്റെ കമ്പ് കിളിർപ്പിച്ചെടുത്താണ് ഞാൻ ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുത്തത്. അന്ന് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം, നമുക്ക് ഈ ഗ്രാമസഭ വഴി കൃഷിഭവനിൽ നിന്നും ഈ ചട്ടികൾ കിട്ടിയിരുന്നു. 25 ചട്ടിയും അതിനൊപ്പം തന്നെ 5 ചാക്ക് പോട്ടി മിക്സ് കൂടെ കിട്ടിയിരുന്നു. നമ്മളത് അവർ തരുന്നതാണല്ലോ, അതിൻ്റേതായ രീതിയിലാണ് തന്നതെന്ന് കരുതിയിട്ട് നമ്മൾ ആ ഒരു പോട്ടി മിക്സ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ ചെടി നേരിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെടി പൂർണ്ണമായിട്ടും ഉണങ്ങാൻ തുടങ്ങിയത്. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പോട്ടി മിക്സ് ശ്രദ്ധിച്ചത്. നല്ല കട്ട കെട്ടി നിൽക്കുന്ന അത്തരത്തിലുള്ള മണ്ണായിരുന്നു അവർ തന്നത്. എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ചെടി ആ ഒരു പോട്ടി മിക്സിലേക്ക് വെച്ച് കൊടുത്തത്. പക്ഷേ അത് ചെടി പൂർണ്ണമായും നശിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെടി മുഴുവനായിട്ട് പുറത്തേക്ക് എടുത്ത് വേരോട്ടം തീരെ ഇല്ലാത്ത രീതിയിലേക്ക് ചെടി മാറിപ്പോയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കട്ട് ചെയ്ത ഒരു ഭാഗം ഞാനൊരു ഗ്രോ ബാഗിൽ കുത്തി കൊടുത്തിരുന്നു. അതിൽ നിന്ന് കിളിർത്ത് നമുക്ക് വീണ്ടും ഈ ഒരു ചെടി ഉണ്ടായി കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പോട്ടി മിക്സിൽ നമ്മൾ ഈ ഒരു ചെടി നട്ടു കൊടുത്താൽ നല്ല വേരോട്ടം കിട്ടണം. എങ്കിൽ മാത്രമേ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു.